എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 11ാമത്തെ സർഗത്തിലെ 28, 29, 30 എന്നീ 3 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്തം തന്നെയാണുള്ളത്. നമ്മൾ പറഞ്ഞു നിർത്തിയത് ശ്രീകൃഷ്ണൻ നഗ്നജിത്തിനെ കാണാനെത്തി. നഗ്നജിത്ത് തൻ്റെ മകളുടെ വിവാഹ കാര്യത്തെ പറ്റിയിട്ടൊക്കെ ശ്രീകൃഷ്ണനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ്. ശ്രീകൃഷ്ണൻ്റെ ഏറ്റവും വലിയ മോഹം എന്തായിരുന്നു എന്നുള്ളത് നഗ്നജിത്തിനോട് തുറന്നു പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്, കോസല മഹാരാജാവായിട്ടുള്ള നഗ്നജിത്തിന് വളരെ കഷ്ടം തോന്നി. താൻ ഇങ്ങനെയൊരു ഉപാധി വെച്ചതിൽ. തൻ്റെ പുത്രി വീര്യശുൽക്കയാണ് എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു ആ ഉപാധി എന്നുള്ളത് വർണ്ണിച്ചു കൊടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 7 കാളകളെ വളർത്തുന്നുണ്ട്. ആ കാളകളെ പറ്റിയിട്ടുള്ള വർണ്ണനങ്ങളാണ്. വളരെ ഭംഗിയായിട്ടുള്ള നല്ല കരുത്തും വാശിയും ഒക്കെ ഉള്ളതായ കാളകളെ പറ്റിയിട്ടുള്ള വർണ്ണനമാണ്. നമുക്ക് 28ാമത്തെ ശ്ലോകം നോക്കാം. സപ്താപി പ്രഥമം മുക്ത്വാ ബലാത് ബധ്നാദിയോ വൃഷാൻ പാണിപങ്കജമേതസ്യ സഗൃഹാതു പുമാനിധി. ആദ്യം പദച്ഛേദം പറയാം. സപ്ത അപി പ്രഥമം മുക്ത്വാ ബലാത് ബധ്നാദി യഹ് വൃഷാൻ പാണിപങ്കജം ഏതസ്യാഹ സ ഗൃഹാതു പുമാൻ ഇതി. വളരെ ലളിതമായിട്ടുള്ളൊരു ശ്ലോകമാണ്. നഗ്നജിത്ത് ഭഗവാനോട് പറയാണ്, യഹ് പുമാൻ, യാതൊരു പുരുഷനാണോ, സപ്ത അഭിവൃഷാൻ മുക്ത്വ, സപ്ത 7 കാളകളെയും അതിശക്തമായിട്ട് തൊഴുത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ആ കയറുകൾ ഊരി 7നെയും ഒരുമിച്ച് അഴിക്കുന്നത് ആരാണോ, അതാണ് ഇവിടെ പറയുന്നത്. യഹ് പുമാൻ സപ്ത അഭിവൃഷാൻ മുക്ത്വ, തൊഴുത്തിൽ നിന്ന് 7 അഴിച്ചിട്ട് എന്ത് ചെയ്യണം, ബലാത് പ്രഥമം ബധ്നാദി, അഴിച്ചിട്ടാൽ അത് 7 കൂടി തോന്നിയ ദിക്കിലേക്കൊക്കെ ഇറങ്ങി ഓടും. മാത്രമല്ല അതിഭയങ്കര ശക്തിയാണ്, വലിപ്പമാണ്. അതൊക്കെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ ഓടിപ്പോകുന്ന, ബലം കാണിക്കുന്ന ശക്തിമാന്മാരായിട്ടുള്ള ആ കാളകളെ ആരാണോ പ്രഥമം, ആദ്യം തന്നെ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ബധ്നാദി, തിരിച്ച് തൊഴുത്തിൽ കൊണ്ട് കെട്ടിയിടുന്നത്, സഹ, ആ പുരുഷനാണ്, ഏതസ്യാഹ എന്ന് പറഞ്ഞാൽ തൻ്റെ മകളുടെ, അതായത് സത്യയുടെ, പാണിപങ്കജം, അവളുടെ താമരപ്പൂ പോലെയുള്ളതായ കയ്യ് പിടിക്കേണ്ടത്, ഗൃഹാതു ഇതി, അതായിരുന്നു എൻ്റെ ഉപാധി. അതായത് കാളകളെ തൊഴുത്തിൽ നിന്ന് ഇറക്കുക, കയറ് ഊരിവിട്ടാൽ കാളകൾ യഥേഷ്ടം ഓടിപ്പോവും. ആ കാളകളെ ആരാണോ ഒരുമിച്ച് ഈ തൊഴുത്തിൽ തന്നെ കൊണ്ട് കെട്ടുന്നത്, ആ ആളാണ് എൻ്റെ മകളെ വിവാഹം കഴിക്കുക. പലതരത്തിലുള്ള ഉപാധികൾ കേട്ടിട്ടുണ്ട്. ഇതാദ്യമാണ്. കുതിരകളെ വെച്ചിട്ടൊക്കെയാണ് ധാരാളമായിട്ട് കേൾക്കുക. കുതിരയെ ഓടിക്കുക, അല്ലെങ്കിൽ അസ്ത്രവിദ്യ കൊണ്ട് മാന്ത്രികത കാണിക്കുക, മുകളിൽ ഇരിക്കുന്നതായ പക്ഷിയെ വെള്ളത്തിലേക്ക് താഴേക്ക് നോക്കിയിട്ട് എഴുതി വീഴ്ത്തുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷിയെ ദൂരെ ഇരിക്കുന്നതിനെ എഴുതി വീഴ്ത്തുക, അങ്ങനെ പലതും കേട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ളതായിട്ടുള്ള ഒരു ഉപാധി ആദ്യമാണ് കാളകളെ വെച്ചിട്ടുള്ളത്. അതായിരുന്നു ഞാൻ എൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാറായിട്ട്, ഒരു ഉപാധിയായിട്ട് വച്ചത്. അതിനുശേഷം എന്തൊക്കെയാണ് കോസലത്തിൽ സംഭവിക്കുന്നതെന്ന് കവി വർണ്ണിക്കുകയാണ്. 29ാമത്തെ ശ്ലോകം നോക്കാം. ശ്രുതപ്രതിജ്ഞാ സോത്സാഹ വ്യായാമകഠിനത്വച ആജഗ്മുഃ പൃഥിവീബാലാ പുരമേതദ്ദിനേ ദിനേ. നമുക്ക് പദങ്ങളൊക്കെ പരിചയപ്പെടാം. ശ്രുതപ്രതിജ്ഞാഃ സോത്സാഹാഃ വ്യായാമകഠിനത്വച ആജഗ്മുഃ പൃഥിവീബാലാഃ പുരം ഏതത് ദിനേ ദിനേ. പുരമേതത് എന്നുള്ള ദിക്കിൽ മാത്രമേ പദച്ഛേദം ചെയ്യാനുള്ളൂ. അങ്ങനെ ഞാൻ ഈ പ്രതിജ്ഞ ചെയ്തപ്പോൾ, ഞാനിങ്ങനെ ഉപാധി വെച്ചപ്പോൾ രാജാക്കന്മാരൊക്കെ എന്താ ചെയ്തത്? ശ്രുതപ്രതിജ്ഞാ, എൻ്റെ പ്രതിജ്ഞ കേട്ടറിഞ്ഞവരായ, മാത്രമല്ല സോത്സാഹാഹ, നല്ല ഉത്സാഹവാന്മാരായിട്ടുള്ള, നല്ല സാമർഥ്യമുള്ള, നല്ല ശക്തിമാന്മാരായിട്ടുള്ള, മാത്രമല്ല വ്യായാമ കഠിനത്വച, വ്യായാമം കൊണ്ട് കഠിനമായ ത്വക്കുകളോട് കൂടിയവർ. ത്വക്ക് എന്ന് പറഞ്ഞാൽ തൊലി, നമ്മുടെ ഈ ശരീരത്തിൻ്റെ പൊതിഞ്ഞു കെട്ടുന്നതായിട്ടുള്ള തൊലി ഉണ്ടല്ലോ, അതാണല്ലോ ത്വക്ക്. ആ ത്വക്കിന് എന്ത് സംഭവിക്കണു? കഠിനമായിട്ടുള്ള വ്യായാമം ചെയ്തിട്ട് പലയിടത്തും കൂട്ടി ഒരഞ്ഞിട്ട്
അവിടെയൊക്കെ കഠിനമായി തീരുക, തഴമ്പൊക്കെ വരിക. അത് പുരുഷന്മാരുടെ, ഉത്തമന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ ലക്ഷണമായിട്ട് തഴമ്പിനെയൊക്കെ പറയാറുണ്ട്. കൈത്തഴമ്പ്, അതുപോലെ തന്നെ ഞാൺ തഴമ്പ്, ഈ കൈത്തണ്ടയിലുണ്ടാകുന്നതായ തഴമ്പിനെയാണ് ഞാൺ തഴമ്പ് എന്ന് പറയുക. കയ്യിൻ്റെ ഉള്ളനടിയിൽ ഉണ്ടാകുന്നതായിട്ടുള്ള പല കഠിനമായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും മിനുസമില്ലാത്തതായ പരിപരുത്ത സാധനങ്ങൾ ഒക്കെ പിടിച്ച് ചെയ്യുന്നതായിട്ടുള്ള എക്സസൈസുകൾ, വ്യായാമം, അതൊക്കെ ചെയ്യുന്നത് കൊണ്ട് കയ്യിലുണ്ടാകുന്നതായ തഴമ്പ്. അങ്ങനെയുള്ള തഴമ്പുകളൊക്കെ ഉത്തമന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ ലക്ഷണമായിട്ടാണ് പറയണത്. അങ്ങനെയുള്ള തഴമ്പുറ്റ കൈകളുള്ള, അങ്ങനത്തെ കഠിനമായ ശരീരപ്രകൃതിയോടുകൂടിയ, പെട്ടെന്നൊന്നും വാടില്ല, തളരില്ല, അങ്ങനെയുള്ള രാജാക്കന്മാർ, അതാണ് വ്യായാമ കഠിനത്വച പൃഥ്വീപാലാഹ, പൃഥ്വീപാലന്മാർ, രാജാക്കന്മാർ, പൃഥ്വീഭൂമി, ഭൂമിയെ സംരക്ഷിക്കുന്നവരായിട്ടുള്ള രാജാക്കന്മാർ. ഏതത് പുരം, അവരെന്താ ചെയ്യുന്നത്? ഈ ഒരു കൊട്ടാരത്തിലേക്ക് ദിനേ ദിനേ ആജഗ്മു, പ്രതിദിനം, ദിനേ ദിനേ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഈ കൊട്ടാരത്തിലേക്ക് രാജാക്കന്മാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനീ പറഞ്ഞ പ്രതിജ്ഞ കേട്ടിട്ട് അവരവരുടെ ബലം പരീക്ഷിക്കാൻ, കാളകളെ കെട്ടിയിട്ട് പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് വളരെയധികം രാജാക്കന്മാർ പല ദിക്കിൽ നിന്നും കൊട്ടാരത്തിലേക്ക് എന്നും വരുന്നുണ്ട്. അനവധി രാജാക്കന്മാർ വരുന്നുണ്ടെങ്കിലും ആരും ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന പോലും ഇല്ല എന്നുള്ളതാണ് വിഷമമായിട്ട് കോസല രാജാവ് ശ്രീകൃഷ്ണനോട് അറിയിക്കുന്നത്. നമുക്ക് 30ാമത്തെ ശ്ലോകം കൂടി നോക്കാം. അധാവഭുഗ്നഗ്രീവാണാം പാദേന കൃഷതാം മഹീം നാജഗ്മുസ്സവിധം ഭീതാസ്തേഷാം തിര്യങ് നിരീക്ഷണാത്. നമുക്ക് ആദ്യം പദച്ഛേദം പറയാം. അധ അവഭുഗ്നഗ്രീവാണാം പാദേന കൃഷതാം മഹീം ന ആജഗ്മുഃ സവിധം ഭീതാഹ തേഷാം തിര്യങ് നിരീക്ഷണാത്. ഇവിടെയൊക്കെ സ്വഭാവോക്തി അലങ്കാരമാണ്. കാളകളുടെ സ്വഭാവമാണ് ഇവിടെ കവി വളരെ ഭംഗിയായിട്ട് വർണ്ണിച്ചിരിക്കുന്നത്. അധ, അനന്തരം. അപ്പോൾ രാജാക്കന്മാരിങ്ങനെ എല്ലാ ദിവസവും ധാരാളമായിട്ട് വരുന്നുണ്ട്. അവരൊക്കെ കാളകളുടെ അടുത്തേക്ക് എത്തുമ്പോൾ എന്താ സ്ഥിതി എന്ന് പറയാണ് കവി. അനന്തരം അവഭുഗ്നഗ്രീവാണാം, കാളകളെ അഴിക്കാൻ വേണ്ടിയിട്ട് ഗോഷ്ഠത്തിലേക്ക് കയറി പോവുകയാണ് ഈ രാജാക്കന്മാരൊക്കെ. അവിടെ എത്തുമ്പോൾ കാളകളുടെ ഒരു മട്ടും ഭാവം വർണ്ണിക്കുകയാണ്. അവഭുഗ്നഗ്രീവ, അവഭുഗ്നം എന്ന് പറഞ്ഞാൽ അവനമ്രം, കുനിച്ചു പിടിച്ച കഴുത്തുകളോട് കൂടിയവർ. അതൊന്നും നല്ല ലക്ഷണമല്ല. കാളകൾ വളരെ സ്നേഹം നടിച്ച് വരണ വരവൊന്നുമല്ല. കഴുത്ത് കുനിച്ചു പിടിക്കുക എന്ന് പറഞ്ഞാൽ അവർ തോണ്ടിയെറിയാനുള്ള പുറപ്പാടാണ്. അതാണ് അവഭുഗ്നഗ്രീവ, വളച്ചു പിടിച്ച കഴുത്തുകളോട് കൂടിയ അങ്ങനെയുള്ള കാളകൾ. മാത്രമല്ല അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട് പാദേന മഹീം കൃഷതാം തേഷാം, കാലുകൊണ്ട് മണ്ണ് മാന്ത, ചൊരമാന്ത എന്നൊക്കെ നമ്മൾ പറയും. അവരിങ്ങനെ ദേഷ്യം വരുമ്പോഴാണ്, കലി കയറുമ്പോഴാണ് കാളകളൊക്കെ ഈ മണ്ണ് ഇങ്ങനെ കാലുകൊണ്ട് അവരുടെ കുളമ്പ് കൊണ്ട് ഇങ്ങനെ മാന്തി ഇളക്കിയെടുക്കുക. അതിനെ ചൊരമാന്തുക എന്ന് നമ്മൾ പറയുക. അങ്ങനെ ചൊരമാന്തുകയും കഴുത്തു കുനിച്ചു പിടിച്ച് ലക്ഷ്യം, അല്ലെങ്കിൽ താനൊരു കാര്യം, അവരെ ഒരു കാര്യം ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് അറിയിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള കാളകൾ, അവയെ കാണുന്നതോട് കൂടിയിട്ട് മാത്രമല്ല തേഷാം തിര്യങ് നിരീക്ഷണാത്. തിര്യങ് നിരീക്ഷണം എന്ന് പറഞ്ഞാൽ നേരെയുള്ള നോക്കലല്ല, കഴുത്ത് കുനിച്ചു പിടിച്ചിട്ട് ഒരു ചെരിച്ചുള്ളൊരു നോട്ടമുണ്ട്, അതും കൂടി കാണുന്നതോട് കൂടിയിട്ട് തിര്യങ് നിരീക്ഷണാത് ഭീതാഹ, അതും കൂടിയും കാണുന്നതോട് കൂടിയിട്ട് പേടിച്ചരണ്ടവരായിട്ടുള്ള ഈ രാജാക്കന്മാർ സവിധം ന ആജഗ്മു, കാളകളുടെ അടുത്തേക്ക് പോവാറേ ഇല്ല. അതായത് കാളകളെ അഴിക്കാൻ വേണ്ടിയിട്ട് അടുത്തേക്ക് പോകാൻ പുറപ്പെടുമ്പോഴേക്കും കാളകൾ അവരുടെ മട്ടും ഭാവമൊക്കെ മാറ്റിയിട്ട് ഇവരെ എങ്ങനെ തോണ്ടിയെറിയാം, ഇവരെ എങ്ങനെ കുത്താം എന്നുള്ളതൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട്, അതൊക്കെ കാണിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും കാണുന്നവർക്ക് വളരെയധികം പേടി വരികയും അവർ പിന്നെ കാളകളുടെ അടുത്തേക്ക് പോവാതിരിക്കുകയുമാണ് പതിവ്. അതാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത്. പല രാജാക്കന്മാരും ഇവിടെ വന്നിട്ടുണ്ട്, പക്ഷേ കാളകളുടെ അടുത്തേക്ക് പോലും പോവാറില്ല. അവരുടെ ക്രോധം കണ്ട് പേടിച്ച് തിരിച്ചു പോരുകയാണ് പതിവ്. ഇതൊക്കെയാണ് കാളകളുടെ പ്രവൃത്തികൾ. രാജാവ് ചെയ്ത പ്രതിജ്ഞ ഒക്കെയാണ് വർണ്ണിച്ചത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. സപ്താപി പ്രഥമം മുക്ത്വാ ബലാത് ഭദ്രാദിയോ വൃഷാൻ പാണിപങ്കജമേതസ്യ സഗൃഹാതു പുമാനിധി ശ്രുതപ്രതിജ്ഞാ സോത്സാഹ വ്യായാമകഠിനത്വച ആജഗ്മുഃ പൃഥ്വീപാലാ പുരമേതദ്ദിനേ ദിനേ
അഥാവഭുഗ്നഗ്രീവാണാം പാദേന കൃഷതാം മഹീം നാജഗ്മുസ്സവിധം ഭീതാ തേഷാം തിര്യങ് നിരീക്ഷണാത്. അങ്ങനെ കാളകളുടെ സ്വഭാവം വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത ശ്ലോകങ്ങളിലും കുറച്ചൊക്കെ ഇതൊക്കെ തന്നെയാണ് പറയണത്. സുന്ദരമായിട്ടുള്ള, വളരെ ഭംഗിയായിട്ട്, വളരെ ലളിതമായിട്ട് വർണ്ണിച്ചിരിക്കുന്ന 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.